ഗുഡ് ഈവനിങ്. എല്ലാവരും റോസി വർഗീസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു പലഹാരം ഉണ്ടാക്കണം. 5 ചെറിയ ഉരുളക്കിഴങ്ങുകളാണ്. അത് ഞാൻ ഇതുകൊണ്ട് ഉടച്ചെടുക്കുകയാണ് കേട്ടോ. ഞാൻ ഉരുളക്കിഴങ്ങ് ഇത് വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് ഉടച്ചെടുക്കുന്നതാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ചേക്കണതാണ്. അതിനകത്തേക്ക് ഒരു സവാള, ഒരു ചെറിയ തക്കാളി, 2 പച്ചമുളക്, കുറച്ച് വേപ്പില അരിഞ്ഞെടുത്തതാണ്, 3 വെളുത്തുള്ളി അരിഞ്ഞേക്കണതാണ്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 സ്പൂണ് മല്ലിയിലയും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും പൊടിയായിട്ട് അരിഞ്ഞേക്കണതാണ് കേട്ടോ. അത് ഇട്ട് കൊടുക്കും. ഇതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. ഒരു 4 സ്പൂണ് കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ്, ഒരു പൊട്ട് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ടീസ്പൂണ് മസാല, ഗരം മസാല, എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക്. ഇത്രയിട്ടൊന്ന് ഞാൻ കുഴച്ചെടുക്കുകയാണ്. ഇതുപോലെയാണ് കേട്ടോ കുഴച്ചേക്കണത്. ഞാൻ ഇതുപോലെയാണ് കേട്ടോ കുഴച്ചെടുത്തേക്കണത്. ഇതുപോലെ ചെറിയ ഉരുളകൾ എടുത്തിട്ട് ഇത് പരത്താണ്. ഇത് ഞാൻ കുറച്ച് നനവ് കണ്ടിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അരിപ്പൊടിയും കൂടി ഇട്ടാണ് കുഴച്ചേക്കണത്. ഞാൻ ഇതുപോലെയാണ് പരത്തിയേക്കണത്. ഇത് ഞാൻ ചെറിയ വടയാക്കിയിട്ട് ഉരുട്ടിയിട്ട് വടയാക്കിയിട്ട് ഈ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്താക്കിയേക്കണതാണ് കേട്ടോ. ഞാൻ എല്ലാം പരത്തിയെടുക്കട്ടെ. ഇന്നെ കഴിയണം. ഞാൻ ഇതുപോലെ ബോളാക്കിയിട്ട് ഈ സ്പൂണും കൊണ്ട് ഈ ഫോർക്കും കൊണ്ട് ഇതുപോലെ കാണിക്കുകയാണ് കേട്ടോ. പരത്തേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ പരന്ന് കിട്ടും. ഇതുപോലെയാണ് ചെയ്യണത്. ഞാൻ ഇതുപോലെയാണ് കേട്ടോ പരത്തി വെച്ചേക്കണത്. ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ. പിള്ളേർ വന്നിട്ടുണ്ട്, അവിടെ ഒച്ച കേൾക്കണുണ്ട്. ഞാനൊരു പാത്രം വെച്ച് സൺഫ്ലവറാണ് ഒഴിച്ച് കൊടുത്താണ് ഇത് പൊരിച്ചെടുക്കാനായിട്ട്. സൺഫ്ലവർ ചൂടായിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കാണ്. പിള്ളേർ വന്നിട്ട് ഒച്ചപ്പാടും മകളും കേൾക്കാണ്ട് കേട്ടോ. ഇതുപോലെയാണ് വറുത്ത് കോരിയെടുത്തേക്കണത്. ഞാൻ പിള്ളേർ ഇവിടെ ഒച്ച ഇടണാറുണ്ട്, പിന്നെ അത് കാണിക്കാൻ കേട്ടോ. പിള്ളേർ സ്കൂളിൽ പോയി ഇട്ട് വന്നതാണ്. രണ്ടാമത് ഇട്ട് കൊടുക്കുകയാണ്. ഒരെണ്ണം കയറിപ്പോയി. ഇതൊന്ന് ഒരു വശം മരിഞ്ഞ് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കും. ഇതുപോലെയാണ് കേട്ടോ പൊട്ടറ്റോ പലഹാരം ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അടുത്തത് കുറച്ചും കൂടി വേവിക്കാനുണ്ട്, അതുകൂടി ഞാൻ വേവിച്ചെടുക്കട്ടെ. ഇതാണ് കേട്ടോ എൻ്റെ ഉരുളക്കിഴങ്ങ് വട. 2-3 ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ 4 മണിയുടെ ചായക്കടി റെഡി. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവർക്കും ഞാൻ ചെയ്ത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നത് കാണാൻ ശ്രമിക്കണേ, ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ.
ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം. എന്നെ സപ്പോർട്ട് ചെയ്യാം, ഇത്രയും ഞാൻ പറയണുള്ളൂ.